ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഒരു ലീല എന്ന പോലെ തന്നെ അവിടുത്തെ ഒരു വികൃതി എന്നേ പറയണ്ടോ. ഈ ഉള്ളവളെ കൊണ്ട് 9-ാമത്തെ അധ്യായവും ഒന്ന് അർത്ഥവിചാരം ചെയ്യിപ്പിച്ചിരിക്കുന്നു ഭഗവാൻ. ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ അർച്ചനാ പുഷ്പങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ, അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇനിയും 9-ാമത്തെ അധ്യായം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാനുള്ള സമയമാണ്. നമുക്ക് പാരായണം ചെയ്ത് സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ 9-മോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു നിർമ്മമന്ധസ്വയം ദധി യാനി യാനീഹ ഗീതാനി തദ്ബാലചരിതാനി ച ദധി നിർമന്ധനെ കാലേ സ്മരന്തി താന്യഗായത. ക്ഷൗമം വാസഃ പൃഥുകടിതടേ ബിഭ്രതി സൂത്രനദ്ധം പുത്രസ്നേഹസ്നുതകുജയുഗം ജാതകമ്പം ച സുഭ്രൂഃ രജ്വാകർഷശ്രമഭുജചലത്കങ്കണൗ കുണ്ഡലേ ച സ്വിന്നം വക്ത്രം കപരവികളൻ മാലതീ നിർമ്മമന്ധ. താം സ്തന്യകാമാസാദ്യ മഥ്നന്തീം ജനനീം ഹരിഃ ഗൃഹീത്വാ ദധിമന്ധാനം ന്യഷേധത്പ്രീതിമാവഹൻ തമംഗമാരൂഢമപായയത്സ്തനം സ്നേഹസ്നുതം സസ്മിതമീക്ഷതീ മുഖം. അതൃപ്തമുത്സൃജ്യ ജവേന സായയാ ഉത്സിച്യമാനെ പയസി ത്വധിശ്രിതേ. സംജാതകോപഃ സ്ഫുരിതാരുണാധരം സംദശ്യ ദദ്ഭിർദധിമന്ധഭാജനം ഭിത്വാ മൃഷാശ്രുർദൃശദശ്മനാരഹോ ജഘാസഹയ്യംഗവമന്തരം ഗതഃ. ഉത്താര്യഗോപീ സുശ്രുതം പയഃ പുനഃ പ്രവിശ്യ സംദൃശ്യ ച ദധ്യമത്രകം ഭഗ്നം വിലോക്യ സ്വസുതസ്യ കർമ്മ തജ്ജഹാസ തം ചാപി ന തത്ര പശ്യതി. ഉലൂഖലാഘ്രേരുപരി വ്യവസ്ഥിതം മർക്കായ കാമം ദദതം ശിചിസ്ഥിതം ഹയ്യംഗവം ചൗര്യവിശങ്കിതേ ക്ഷണം നിരീക്ഷ്യ പശ്ചാത് സുതമാഗമച്ഛനൈഃ. താമാത്തയഷ്ടിം പ്രസമീക്ഷ്യ സത്വരസ്തതോവരുഹ്യാപസസാരഭീതവത് ഗോപ്യന്വഥാവന്നയമാപയോഗിനാം ക്ഷമം പ്രവേഷ്ടും തപസേരിതം മനഃ. അന്വഞ്ചമാനാ ജനനീ ബൃഹജ്ജലശ്രോണീഭരാക്രാന്തഗതിഃ സുമധ്യമാ ജവേന വിസ്രംസിതകേശബന്ധനച്യുതപ്രസൂനാനുഗതിഃ പരാമൃശത്. കൃതാഗസം തം പ്രരുദന്തമക്ഷിണീ കർഷന്തമഞ്ജന്മഷിണീ സ്വപാണിനാ ഉദ്വീക്ഷമാണം ഭയവിഹ്വലേക്ഷണം ഹസ്തേ ഗൃഹീത്വാഭിഷയന്ത്യവാഗുരത്. ത്യക്ത്വാ യഷ്ടിം സുതം ഭീതം വിജ്ഞായാർഭകവത്സലാ യേഷ കില തം ബദ്ധും ദാംനാ തദ്വീര്യകോവിദാ. ന ചാന്തർന ബഹിര്യസ്യ ന പൂർവം നാപി ചാപരം പൂർവാപരം ബഹിശ്ചാന്തർജഗതോ യോ ജഗജ്ജയഃ. തം മത്വാത്മജമവ്യക്തം മർത്യലിംഗമഥോക്ഷജം ഗോപികോലൂഖലേ ദാംനാ ബബന്ധ പ്രാകൃതം യഥാ തദ്ദാമബധ്യമാനസ്യ സ്വാർഭകസ്യ കൃതാഗസഃ ദ്വ്യംഗുലോ നമഭൂത്തേന സന്തഥേന്യച്ച ഗോപികാ. യദാസീത്തദപിന്യൂനം തേനാന്യദപി സന്തഥേ തദപി ദ്വ്യംഗുലം ന്യൂനം യദ്യദാദത്തബന്ധനം. ഏവം സ്വഗേഹധാമാനി യശോദാ സന്തതത്യപി ഗോപീനാം സുസ്മയന്തീനാം സ്മയന്തി വിസ്മിതാഭവത്. സ്വമാതുഃ സ്വിന്നഗാത്രായ വിസ്രസ്തകപരസ്രജ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണഃ കൃപയാസീത്. സ്വബന്ധനെ
एवं सुदर्शिताह्यङ्ग हरिणाभृत्यवश्यतां स्ववशेनापि कृष्णेन यस्येदं स्वेश्वरं वशे नेमं विरिञ्जो न भवो न श्रीरप्यङ्गसंश्रया प्रसादं लेभिरे गोपी यत्तत्प्राप विमुक्तिदात नायं सुखावो भगवान् देहिनां गोपिकासुतः ज्ञानिनां चात्मभूतानां यथा भक्तिमतामिह कृष्णस्तु गृहकृत्येषु व्यग्रायां मातरि प्रभुः अत्राक्षीदर्जुनौ पूर्वं गुह्यकौ धनदात्मजौ पुरा नारदशापेन वृक्षतां प्रापितौ मदात् नलकूबरमणिग्रीवा विधिख्यातौ श्रियान्वितौ इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे गोपीप्रसादो नाम नवमोऽध्यायः। सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा हरिगोविन्द। अथ दशमोऽध्यायः। राजोवाच कथ्यतां भगवन्नेतत्तयोः शापस्य कारणं यत्तद्विगर्हितं कर्म येन वा देवर्षयेस्तमः। सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा ഹരിഗോവിന്ദ. നമ്മൾ പതിവ് പോലെ 10ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ശ്ലോകം വായിച്ച് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ തുടർന്നും അടുത്ത സത്സംഗത്തിൽ 10ാമത്തെ അധ്യായം പറയാമെന്ന് കരുതുന്നു. അല്ല, ഭഗവാൻ വേണ്ടതുപോലെയൊക്കെ പറയിപ്പിക്കട്ടെ. ആ വികൃതിക്കുട്ടൻ്റെ നിശ്ചയം പോലെയൊക്കെ നടക്കട്ടെ. അവിടെ നിന്ന് നിശ്ചയിച്ചിരിക്കുന്നുവോ അതുപോലെ പറയിപ്പിക്കട്ടെ. എല്ലാം അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ. സർവം കൃഷ്ണാർപ്പണമസ്തു. നാരായണ.